ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ഒരു ഇന്റർവ്യൂവിലിരുന്ന് പറഞ്ഞത്. ഇപ്പൊ റിസൾട്ട് വന്ന് 4-5 ദിവസമാകാൻ പോകുന്നു. ഇതുവരെ ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ തന്നെ ഇനി എത്ര വകുപ്പ് മന്ത്രിമാരെ തീരുമാനിച്ച ചടങ്ങുകൾ വേറെ കിടക്കുന്നു. എല്ലാം അനിശ്ചിതത്വത്തിലായിട്ടാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ തെരുവിലിറങ്ങി യാചിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ കോൺഗ്രസ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വൻ പ്രതിഷേധമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ്. അവർ തെരുവിലിറങ്ങി യാചിക്കുകയാണ്. ഞങ്ങൾ ആരെ മുന്നിൽ കണ്ടാണ് വോട്ട് ചെയ്ത് അയാളെ തന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായി കിട്ടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഇതൊക്കെ പരിഗണിക്കാതെയാണ് ഇവർ മുഖ്യമന്ത്രി നിർണയത്തിലേക്ക് പോകുന്നതെങ്കിൽ പിണറായി വിജയനെക്കാട്ടിൽ വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ ഭരണം. കാരണം ജനങ്ങൾ സഹകരിക്കാതെ ഒരു ഭരണവും മുൻപോട്ട് പോകത്തില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് പ്രചരണ സമയത്ത് മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഒരു കോൺഗ്രസ് നേതാവ് ഒന്നും വിട്ടു പറഞ്ഞിരുന്നില്ല. എല്ലാം പാർട്ടി തീരുമാനിക്കും, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ സിസ്റ്റം ഇത്ര വൃത്തിയുടെ സിസ്റ്റമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ മുഖത്തൊക്കെ കൊഞ്ഞണം കുത്തുന്ന ഒരു പരിപാടി ഇവർ കാണിച്ച്, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത ഒരു പരിപാടി. കാരണം ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു നിവൃത്തിയില്ലാതെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണത്. ഒന്നാമത്തെ കാര്യം, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ എല്ലാവരും വി ഡി സതീശനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. പ്രത്യേകിച്ച് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അപ്പോഴാണ് എവിടെ നിന്നോ ചാടി വന്ന പോലെ ഇദ്ദേഹം MLA മാർ സപ്പോർട്ട് എന്ന് പറഞ്ഞ് KC വേണുഗോപാൽ വന്നിട്ട് ഈ പരിപാടികളൊക്കെ കാണിച്ചു. രമേശ് ചെന്നിത്തല പിന്നെ കഴിഞ്ഞ സർക്കാർ തോറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ ചാൻസ് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഒതുക്കി. കഴിഞ്ഞ തവണ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആരും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കി വെച്ചിരിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പ് കൊടുത്ത് രമേശ് ചെന്നിത്തലയെ ഒതുക്കുമായിരിക്കും. അതിനേ സാധ്യതയുള്ളൂ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ തന്നെ എന്തായാലും നിയമസഭയിൽ ഇരിക്കണമെങ്കിൽ എവിടെയെങ്കിലും നിന്ന് ജയിക്കണമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ജയിക്കുമെന്ന്. അല്ല, കോൺഗ്രസ് നേതൃത്വം പഴയ പോലെ ഒന്നും അല്ല. അല്ലെ, കോൺഗ്രസ് പാർട്ടി പഴയ പണ്ടുകാലം പോലെ നമ്മൾ കാണുന്ന ഗ്രൂപ്പ് വഴക്കുകളും തമ്മിലടികളും ഒക്കെ അതൊന്നും ഇപ്പോഴില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, ഗ്രൂപ്പില്ലാത്ത ഒരു രാഷ്ട്രീയം ആണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിച്ചത്. പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ ഒരു സർക്കാരും ജയിച്ചു കയറുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമ്പോൾ എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് 102 സീറ്റ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. അപ്പോൾ ജനവിധിക്ക് പുല്ലുവില കൊടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ മലയാളികളുടെ കമന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കമന്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാ കമന്റും V1 VDS എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ കമന്റും പോയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ രീതി വളരെ ഒരു എന്തൊക്കെ ജനാധിപത്യപരമാണെന്ന് പറഞ്ഞാലും ഇവരുടെ രീതി ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ജനങ്ങൾ ഒരാളെ നേതാവായി കണ്ട് മുഖ്യമന്ത്രിയായി കണ്ട് നാളത്തെ കേരളത്തെ നയിക്കും എന്ന് സ്വപ്നം കണ്ട് ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞ് MLA മാരുടെ വോട്ട് വെച്ചിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? മനസ്സിലാകുന്നില്ല. നാളെയോ മറ്റന്നാളോ കൊണ്ട് ഇതിന്റെ ഫൈനൽ റിസൾട്ട് അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് കാത്തിരുന്നതിനെക്കാട്ടിലും ഒരു ആകാംക്ഷയോടെയാണ് ഇപ്പോൾ കേരളം മുഖ്യമന്ത്രി ആര് എന്നൊരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തിന് മേളിലാണ് VD സതീശൻ പറവൂരിലെ MLA ആയിരുന്നത്. ഒരു മന്ത്രിസഭയിലും അദ്ദേഹത്തിന് ഒരു മന്ത്രി പദവിയോ അങ്ങനെയുള്ള ഒരു പദവിയും ലഭിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന് മന്ത്രി പദവി ലഭിക്കുമെന്ന് പറഞ്ഞു. അവസാന നിമിഷമാണ് അത് തട്ടിക്കളഞ്ഞത്. ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പുള്ളി ആരെയും സൂചിപ്പിച്ച് നിൽക്കാനോ ആരുടെയും തിണ്ണനിറങ്ങാനോ ഒരു സുഖിപ്പിക്കൽ രാഷ്ട്രീയം ആരുടെയും മൂട് താങ്ങാനോ പോകാത്ത നട്ടലുള്ള നിലപാടുള്ള രാഷ്ട്രീയ നേതാവെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഇതുവരെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത്. കാരണം അർഹതയുള്ളവന് സ്ഥാനമാനം ലഭിച്ചിട്ടില്ല. കാരണം 100% അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനം ലഭിച്ചിട്ടില്ല ഇന്ന് വരെ. ഇത്രയും വർഷം MLA ആയിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനം ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ അദ്ദേഹത്തെ കാണുന്ന കുറവ്. എക്സ്പീരിയൻസ് ഇല്ല എന്നൊരു കുറവാണ് സീനിയർ നേതാക്കൾ
വി.ഡി. സതീശന് മേൽ ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള എതിർപ്പുകളാണ് അദ്ദേഹത്തിന് ഇതുവരെ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ യഥാർത്ഥ രഹസ്യം ഇതുതന്നെയാണ്. അദ്ദേഹം നിലപാട് വിട്ട് യാതൊരു കളിക്കും നിൽക്കത്തില്ലെന്ന് ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാം കേരള ജനത രാഷ്ട്രീയത്തിന് അതീതമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നേരെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ എന്ന് നമുക്ക് സംശയമായി പോവുകയാണ്. ഇപ്പോൾ അത്രയ്ക്ക് ജനപിന്തുണയാണ് ഇപ്പൊ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ VDS എന്ന വാക്കാണ് നാനാഭാഗത്തു നിന്ന് കേൾക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ഉമ്മൻചാണ്ടിയുടെയൊക്കെ ആ ഒരു പവറിലേക്ക് വി.ഡി. സതീശൻ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത്രയും ജനകീയനായി മാറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ. നമുക്ക് കാത്തിരിക്കാം ശുഭവാർത്ത കേൾക്കാനായി.